ഹായ്, വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതിന് എത്ര സ്റ്റേജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഓക്കെ, എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫണ്ടമെന്റൽ റൂൾസ് ആണ് അല്ലെ. നമുക്കിവിടെ നോക്കാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ ഫണ്ടമെന്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫണ്ടമെന്റൽ റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയാ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഇത് നമുക്ക് ഗൈഡ് ലൈൻസ് എന്നും പറയാം അല്ലെ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ ഗൈഡ് ലൈൻസ് ബൈ വിച്ച് cooperatives put their value in the practice. ഇനി അടുത്തത് എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. പ്രിൻസിപ്പിൾ എന്ന വേർഡ് വന്നത് പ്രിൻസിപ്പിയം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇതിന്റെ മീനിങ് ബേസിസ് എന്നാണ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. പ്രിൻസിപ്പിയം എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ്, ഡെറൈവ് ചെയ്ത് വന്നതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഈ വേർഡ്. ഇതിന്റെ മീനിങ് ബേസിസ് എന്നാണ്. അടുത്തത് നമുക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ആദ്യമായിട്ട് DG കാർവെ എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞത് നോക്കാം. വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു വേ ആണ് എന്ത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് DG കാർവെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞത് നോക്കാം. Thus practices which are essential, that is absolutely indispensable to the achievement of the cooperative movement's purpose. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നാണ് ICA പറയുന്നത്. ICAന്റെ ഡെഫിനിഷൻ ആണിത്. Thus practices which are essential, that is absolutely indispensable to the achievement of the cooperative movement's purpose. ഓക്കെ അല്ലേ? ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. DG കാർവെന്റെ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. രണ്ട്, thus practices which are essential, that is indispensable to the achievement of the cooperative movement's purpose എന്നുള്ളതാണ് ICAന്റെ ഡെഫിനിഷൻ. ഇനി അടുത്തത് ജോർജ് ഡേവിഡോവിക് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. They are set of rules which govern the life and activity of cooperative organization. ഇതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണെന്നാണ് പറയുന്നത്. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ലൈഫ് ഗവേൺ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്ത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നാണ് ജോർജ് ഡേവിഡോവിക് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒന്നുകൂടെ പറയാം. They are set of rules which govern the life and activity of cooperative organization. ഇത്രയും ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഇനി ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇവിടെ നോക്കിയാൽ കാണാം 4 സ്റ്റേജസ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനുള്ളത്. അതിൽ 3 ICAന്റെ സ്റ്റേജസുകളാണ് കേട്ടോ. ഒന്നാമത്തത് റോച്ച്ഡെയിൽ പൈനേഴ്സ് കൊണ്ടുവന്ന റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. അതിൽ 8 പ്രിൻസിപ്പിൾ ആണുള്ളത് കേട്ടോ. 1860 വരുന്ന ഈ റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ 8 പ്രിൻസിപ്പിൾ ആണുള്ളത്. പിന്നെ അതിനുശേഷം ICA അത് ഏറ്റെടുത്തതിന് ശേഷം 1934-37 ICA വന്നത്. ആ ഒരു ടൈമിലും 8 പ്രിൻസിപ്പിൾ തന്നെയാണുള്ളത്. പക്ഷെ അതിനെ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇനി അതിന്റെ തേർഡ് സ്റ്റേജിൽ 1964-66 വരുന്ന കാലഘട്ടത്തില് 6 പ്രിൻസിപ്പിൾ ആണ് തേർഡ് സ്റ്റേജിൽ വരുന്നത് കേട്ടോ. ICAന്റെ ഫോർത്ത് സ്റ്റേജില് 7 പ്രിൻസിപ്പിൾ ഉണ്ട്. 1995 ഈ ഫോർത്ത് സ്റ്റേജിൽ 7 പ്രിൻസിപ്പിൾ. അപ്പം 8, 8, 6, 7 എത്രണ്ണ വരുന്നതെന്ന് മറക്കരുത്. ചിലപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ് എന്താണെന്നുള്ളത് പറയാം.
റോച്ചഡേൽ പൈനേഴ്സിന്റെ റോച്ചഡേൽ പ്രിൻസിപ്പിൾസ് 1860 വന്ന റോച്ചഡേൽ പ്രിൻസിപ്പിൾസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് റോച്ചഡേൽ പൈനേഴ്സ് ആണ്. അത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റേജ് വരുന്നത് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ICA. ആ ടൈമിലാണ് ICA വരുന്നത്. ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ICA adopted cooperative principles from Rochdale Pioneers. Rochdale Pioneersന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ICA അഡോപ്റ്റ് ചെയ്തു. ഇനി 1934 ICA എന്ത് ചെയ്തു? ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടി? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഇവാലുവേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും വേണ്ടിയിട്ട്. റോച്ചഡേൽ പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നതായിരുന്നല്ലോ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനുമായിട്ട് ICA എന്ത് ചെയ്തു? ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു 1934. 1934 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം 1937 എന്ത് ചെയ്തു? ഒരു ഇവാലുവേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അത് പാരീസ് കോൺഗ്രസിൽ വെച്ചായിരുന്നു ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. പാരീസ് കോൺഗ്രസ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ഏത് വർഷമാണ്? 1937 പാരീസ് കോൺഗ്രസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ സബ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പം ഇതിലെ ഒരു കാര്യം കൂടെ ഉണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂഡ് ആൻഡ് അമെൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് പാരീസ് ഇൻ 1937. ഒരു ക്വസ്റ്റ്യൻ വരാം. ഏത് ടൈമിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് അമെൻഡ് ചെയ്തത്, റിവ്യൂ ചെയ്തത് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ പാരീസിൽ വെച്ചിട്ട് 1937 ഇത് എന്ത് ചെയ്തത്? അമെൻഡ് ചെയ്തതെന്ന് പറയാം. ഈ ടൈമിലാണ് രണ്ടായിട്ട് തിരിച്ചത്, എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും. അപ്പൊ നോക്കാം. ക്ലാസിഫൈ ദ പ്രിൻസിപ്പിൾസ് ഇൻടു 2 കാറ്റഗറീസ്, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. നിങ്ങൾ ഈ പ്രിൻസിപ്പിൾ ഒക്കെ പിന്നെ പഠിക്കും കേട്ടോ. ഇതിന് തൊട്ട് പുറകെ തന്നെ പഠിക്കും. നമ്മൾ ആദ്യം എന്താണ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പറഞ്ഞു തരും കേട്ടോ. ഇനി നമ്മൾ തേർഡ് സ്റ്റേജിനെ കുറിച്ചാണ് പഠിക്കുന്നത്. തേർഡ് സ്റ്റേജ് വരുന്നത് 1964 to 66 ആണ്. PG കാർവേ കമ്മിറ്റിന്റെ ഒരു കാലഘട്ടമായിരുന്നു അത്. കാർവേ പ്രിൻസിപ്പിൾ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് ഇതെന്താന്ന് നോക്കാം. ഡ്യൂ ടു ഡൈനാമിക് നേച്ചർ എ മോഡിഫിക്കേഷൻ ഇൻ ദ പ്രിൻസിപ്പിൾ വാസ് എസെൻഷ്യൽ. ഈ നേച്ചറിൽ ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങൾ മൂലം പ്രിൻസിപ്പിൾസിൽ മോഡിഫിക്കേഷൻ വരുത്തണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് വന്നു. അപ്പം 1964 ICA എന്ത് ചെയ്തു? ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. റെപ്രസെന്റിങ് 5 നാഷൻസ്, UK, USA, USSR, ജർമ്മനി, ഇന്ത്യ. ഇങ്ങനെ 5 നാഷൻസ് ആയിരുന്നു ഈ കമ്മീഷന്റെ അകത്ത് ഉണ്ടായിരുന്നത്. DG കാർവേ ആയിരുന്നു ഇതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത്. DG കാർവേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളായിരുന്നു കേട്ടോ. ഈ ഒരു പ്രിൻസിപ്പിള് പോപ്പുലർലി നോൺ ആസ് കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റീസ്ട്രക്ചേർഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ടൈമില് 22nd കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ ബോൺമൗത്ത്, UK ബോൺമൗത്തില് 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്ന ടൈമായിരുന്നു. 1966 ഇവർ എന്ത് ചെയ്തു? ഈ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയതിനു ശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. വിയന്ന കോൺഗ്രസിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. പിന്നെ ഈ പ്രിൻസിപ്പിളിന് വേറെ കുറെ പേരുകളുണ്ട്. നമുക്ക് ഇവിടെ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്, കാർവേസ് പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസ്, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി. ഇത്രയും പേരുകളിലും ഈ കാർവേന്റെ പ്രിൻസിപ്പിൾസ് അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്, കാർവേ പ്രിൻസിപ്പിൾസ്, പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസ്, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി. അടുത്തത് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ടു ദീസ് പ്രിൻസിപ്പിൾ. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഏത് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള കാർവേ പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടൈം വന്നതും ഈ ഒരു ടൈമിലാണ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ റിപ്ലേസിംഗ് വിത്ത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വന്നതും ഈ ഒരു തേർഡ് സ്റ്റേജിലാണ്.
അപ്പം എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? TG കാർവെ ആയിരുന്നു ആ ഒരു കമ്മിറ്റി ICA ഒരു കമ്മിറ്റി രൂപീകരിച്ച അല്ലെ 1964 1964 കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ TG കാർവെ ആയിരുന്നു അതിന്റെ ചെയർമാൻ. ഇന്ത്യയിൽ നിന്നുള്ള ആളായിരുന്നു DG കാർവെ എന്ന് പറയുന്നത്. 5 നാഷൻസിൽ നിന്നുള്ള ആൾക്കാർ ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നു. എവിടുന്നൊക്കെ? UK, USA, USSR, ജർമ്മനി, ഇന്ത്യ, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് അല്ലെ. ഇനി കാർവെ കമ്മീഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ഇത് അറിയപ്പെടും, അല്ലെങ്കിൽ സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ. അതിന് മുമ്പത്തെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പഠിച്ചു എന്ത് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ആണ് 1934-37 പ്രിൻസിപ്പിൾ അറിയപ്പെടുക. അല്ലെങ്കിൽ ഇതിലിപ്പം റീസ്ട്രക്ചർഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി വേറെ കുറെ പേരുകൾ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചു. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്, പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി, കാർവേസ് പ്രിൻസിപ്പിൾസ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രസ്, പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി, ഇതൊക്കെ ഇതിന്റെ മറ്റ് പേരുകളാണ് കേട്ടോ. പിന്നെ ഇത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1966 എവിടെ വെച്ചിട്ടാണ്? വിയന്ന കോൺഗ്രസിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അത്ര ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഇനി ഫോർത്ത് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് സ്റ്റേജ് 1995 വരുന്ന പ്രിൻസിപ്പിൾസ് ബൈ ICA ആണ്. അതിൽ പറയുന്നത് 1992 ഒരു സീരിയസ് ഡിസ്കഷൻ നടന്നു. വാസ് മെയ്ഡ് ഓൺ ദ ഇറോഷൻ ഇൻ വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ. ഇറോഷൻ ഇൻ വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടന്നിരുന്നു ടോക്കിയോ കോൺഗ്രസിൽ വെച്ചിട്ട്. അപ്പം ഡോക്ടർ ഇവാൻ മാക്ഫേഴ്സൺ 1994 എന്ത് ചെയ്തു? ഇത് റിവ്യൂ ചെയ്തു, എന്നിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അത് അപ്രൂവ് ചെയ്ത് കിട്ടി. ICAന്റെ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ട് മാഞ്ചസ്റ്ററിലെ ന്യൂ സെഞ്ചുറി ഹാളിൽ വെച്ചിട്ടായിരുന്നു ഇത് അപ്രൂവ് ചെയ്തത്. 23rd September 1995 ഇത് അപ്രൂവ് ചെയ്തത്. ആ ഒരു ടൈമിൽ 31st കോപ്പറേറ്റീവ് കോൺഗ്രസ് അതിന്റെ ടൈം ആയിരുന്നു കേട്ടോ അത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 1992 എറോഷൻ ഇൻ കോപ്പറേറ്റീവ് വാല്യൂസ് മൂലമാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് പിന്നെ റിവ്യൂ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനൊരു കാരണമായത് അല്ലെ. അപ്പം ടോക്കിയോ കോൺഗ്രസിൽ വെച്ചിട്ടായിരുന്നു ഈ ഡിസ്കഷൻ നടന്നത്. 1994 ഡോക്ടർ ഇവാൻ മാക്ഫേഴ്സൺ എവിടെയുള്ള ആളായിരുന്നു? കാനഡക്കാരനാണ് അയാള്. കാനഡക്കാരൻ എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്തു. റിപ്പോർട്ട് 1994 തന്നെ സബ്മിറ്റ് ചെയ്യും, അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. ആ സ്ഥലം ഇമ്പോർട്ടന്റ് ആണ്. മാഞ്ചസ്റ്ററിലെ ന്യൂ സെഞ്ചുറി ഹാളിൽ വെച്ചിട്ട് 23rd September 1995 എന്ത് ചെയ്തത്? ഇത് അപ്രൂവ് ചെയ്തത് അല്ലെ. അപ്പം 31st കോപ്പറേറ്റീവ് കോൺഗ്രസിന്റെ ടൈം ആയിരുന്നു. ഇപ്പൊ നമ്മള് 4 സ്റ്റേജുകൾ പഠിച്ചു. ഇനി ഓരോ സ്റ്റേജിലും എത്ര പ്രിൻസിപ്പിൾ വീതം വരുന്നുണ്ട്, ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് റോച്ചഡേൽ പയനേഴ്സ് കൊണ്ടുവന്ന റോച്ചഡേൽ പ്രിൻസിപ്പിൾസ് ആണ്. അത് 8 എണ്ണാണുള്ളത്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, political and religious neutrality, cash trading, promotion of education, selling pure and unadulterated goods. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഓപ്പൺ മെമ്പർഷിപ്പ്. ഇതിന്റെ എല്ലാം ഞാൻ ഫസ്റ്റ് ലെറ്റർ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? OD, LP, PC, PS. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഷോർട്ട് കട്ട് ആയിട്ട് കൊടുത്താ കേട്ടോ. ഇപ്പം നമുക്ക് പറയാം OD, PT സ്കൂളിലേക്ക് OD, PSC എഴുതാന്ന് പറയാം. വേണം നോക്കാം. OD, LP, PC, PS എന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതിന് പകരം നമുക്ക് PSC എന്ന് ഓർത്താൽ മതി. ഒന്ന് പഠിക്കാനുള്ള എളുപ്പത്തിന് PSC എന്ന് ഓർത്താൽ മതി. PSC P എന്ന് ഓർക്കാം. OD, LP, PC, PS എന്നാണ് പറയാം കേട്ടോ. അപ്പൊ അതില് OD എന്ന് പറയുമ്പോൾ O എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്പൺ മെമ്പർഷിപ്പ്. D, ഡെമോക്രാറ്റിക് കൺട്രോൾ. ഇനി എന്താ പറഞ്ഞ? L അല്ലേ? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. PLP, OD, LP, P, പാട്രോണേജ് ഡിവിഡൻഡ്. അടുത്തത് PC, PS അല്ലെ ഇനിയുള്ളത്. അപ്പൊ അതിൽ P എന്തിനെ സൂചിപ്പിക്കുന്നു? പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. അടുത്തത് R, PC, PS ആണുള്ളത്. C എന്ന് പറഞ്ഞാൽ ക്യാഷ് ട്രേഡിംഗ്. P, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. PS,
സെല്ലിങ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ഇത്രയും മറക്കരുത്, ഓർത്തിരിക്കുക കേട്ടോ. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിന്റെ ഓർഡറിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ എല്ലാം പഠിച്ചിരിക്കുക. പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, ODLP TCTS എന്നുള്ളതാണ് അതിന്റെ ഒരു ഷോർട്ട് കട്ട്. നമ്മൾ പഠിച്ചു വെച്ചത് പഠിക്കാനുള്ള എളുപ്പത്തിന്. OD ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ. LP എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. P പാട്രോണേജ് ഡിവിഡൻഡ്. ഇനി TCTS ആണുള്ളത്. P എന്തിനെ സൂചിപ്പിക്കുന്നു? പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ റോച്ചഡേൽ പ്രിൻസിപ്പിൾസ് കഴിഞ്ഞു. 1860 വന്ന ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. 1937 വന്നിട്ടുള്ള ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ആണ് എന്ത് രണ്ടാമത് പറയുന്നത്, സെക്കൻഡ് സ്റ്റേജ്. അതിന് നമ്മൾ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് തിരിച്ചിരുന്നു. എസെൻഷ്യൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ 8 പ്രിൻസിപ്പിൾസ് ഇല്ലേ, അതിനെ തന്നെ ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യുന്നേ ഉള്ളൂ. നാലെണ്ണം വീതം താഴത്തേക്കും മുകളിലേക്കും കൊടുക്കുന്നു എന്നുള്ളൂ. എസെൻഷ്യൽ എന്നുള്ളത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, പിന്നെന്താ ODLP അല്ലായിരുന്നോ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്. ഇത്രയാണ് എസെൻഷ്യൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി നോൺ എസെൻഷ്യലിൽ വരുന്ന ബാക്കി ഏതൊക്കെയാ? PCTS എന്തിൽ വരും? നോൺ എസെൻഷ്യലിൽ വരും. PC എന്താ? പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റീസ്, ക്യാഷ് ട്രേഡിംഗ്. PS എന്താ? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് അൺഅഡൾട്ടേഡ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. അത്ര അല്ലേ? ഓക്കെ. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് പഠിച്ചില്ലേ? ഈ രണ്ട് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് പഠിച്ചാൽ സെക്കൻഡ് സ്റ്റേജ് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് DG കാർവേ കമ്മിറ്റി. DG കാർവേ കമ്മിറ്റിന്റെ 1964 to 66 ഉള്ള തേർഡ് സ്റ്റേജിനെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത് കേട്ടോ. അതിൽ വരുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതിൽ 6 പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. 6 ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നോക്കുക, ഇവിടെ ഞാൻ റെഡ് കളറിൽ കൊടുത്തേക്കുന്നത് നോക്കുക. ODLE-CC. ഇത് ഞാൻ ജസ്റ്റ്, നിങ്ങൾ ODLP പഠിച്ച സ്ഥിതിക്ക് ODLE-CC എന്ന് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നോക്കുക, ODLE-CC എന്നാണ് പറഞ്ഞത്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഉള്ള ഇവിടെ വന്നപ്പം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്, റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ റിപ്ലേസ് ചെയ്യും, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വരുന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെ പ്രിൻസിപ്പിളാ ഉള്ളതെന്ന്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഡെമോക്രാറ്റിക് കൺട്രോൾ ആയിരുന്നു നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഇവിടെ വന്നപ്പോൾ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, അതിനൊന്നും ഒരു മാറ്റമില്ല. അടുത്തത് നാലാമത്തത് വരുന്നത് ODLE ആണ്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. അടുത്തത് എന്താ പറഞ്ഞ? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ലാസ്റ്റ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇത്രയാണ് DG കാർവേ കമ്മിറ്റീന്റെ പ്രിൻസിപ്പിൾസിനുള്ളിൽ വരുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ, ഇനി നിങ്ങൾ ഇത് നോക്കി പഠിച്ചാൽ മതി. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ബൈ ICA 1995 ഫോർത്ത് സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ആണിത്. 7 പ്രിൻസിപ്പിൾസ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് കേട്ടോ. ഇതിൽ നോക്കുക, വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ്. ഇതിന്റെ സൈഡിലെ ആദ്യം നോക്കി പോവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കും. VDMA ECC. VDMA ECC ഇത് പഠിക്കാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. VD എന്ന് പറഞ്ഞ ആള് MA പഠിക്കാൻ വേണ്ടിയിട്ട് പോയി, ഭയങ്കര ഈസി ആയിരുന്നു. ECC എന്നുള്ളത് EC എന്ന് പഠിക്കാം. VDMA ECC ഫോർത്ത് സ്റ്റേജില് VD എന്ത് ചെയ്തു? MA പഠിക്കാൻ പോയി, ഭയങ്കര ഈസി ആയിരുന്നു പഠിക്കാൻ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ നോക്കുക, വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. ഇവിടെ വന്നപ്പോൾ ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ് ആയി. ഫസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രോൾ ആയിരുന്നു, രണ്ടാമത് വന്നപ്പോൾ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ് ആയി. അടുത്തത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, EDM. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. MA എന്ന് പറയുമ്പോൾ ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ECC എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരെണ്ണം കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 7ാമത്തെ ഫോർത്ത് സ്റ്റേജിലെ ഏറ്റവും ലാസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഓക്കെ അല്ലേ? ഇത്ര ഉള്ള പ്രിൻസിപ്പിൾസ് കേട്ടോ. പ്രിൻസിപ്പിൾസ്
ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഈ 7ാമത്തെ പ്രിൻസിപ്പിൾസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്താന്നുള്ളത്. 7 ഇല്ലായിരുന്നോ? BDMA ECC അത്രേ ഉള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്തു പറയുന്നത് കേട്ടോ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഇത് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്താണ് വൾണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. എന്താ പറയുന്നത്? എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും അല്ലെ? ഓപ്പൺ ടു ഓൾ പേഴ്സൺ വിത്തൗട്ട് കൺസിഡറിങ് ജെൻഡർ, സോഷ്യൽ, പൊളിറ്റിക്കൽ, റേഷ്യൽ സ്റ്റാറ്റസ്. ഒന്നും നോക്കാതെ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആയിരിക്കും. എന്ത്? കോപ്പറേറ്റീവ്സ് അല്ലെ? പീപ്പിൾ കം ബൈ ദെയർ ഓൺ ഫ്രീ വിൽ. അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരതിലേക്ക് വരുന്നത്, കോർപ്പറേഷനിലേക്ക് വരുന്നത്. ഇനി അടുത്ത 2ാമത്തെ സ്റ്റെപ്പ് VD, ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ്. ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? 1 man 1 vote. ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കോപ്പറേറ്റീവ്സ് ആർ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ കൺട്രോൾഡ് ബൈ മെമ്പേഴ്സ്. മെമ്പേഴ്സ് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത്? ജനാധിപത്യ ഓർഗനൈസേഷൻ അല്ലെ? ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ആണ് എന്ത്? കോർപ്പറേഷൻ. അടുത്തത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഈക്വിറ്റബിളി ടു ദ ക്യാപിറ്റൽ. ക്യാപിറ്റലിലേക്ക് ഓരോ മെമ്പേഴ്സും ഇക്വിറ്റബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെ? എല്ലാവരും ഈക്വൽ ആയിട്ട് കൊണ്ടുവരുന്നു. അടുത്തത് ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്. Cooperatives are autonomous, self-help organization controlled by their members. Autonomous ആയി പ്രവർത്തിക്കുന്ന ഒന്നാണിത്. ഒരു സെൽഫ് ഹെൽപ്പ് ഓർഗനൈസേഷൻ കൂടിയാണിത്. അടുത്തത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡിങ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്, ഹൗ ടു അപ്ലൈ ദെം ഇൻ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും വാല്യൂസും ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് എഡ്യൂക്കേഷനിലൂടെ ചെയ്യുക. അതേപോലെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പിംഗ് ദ പ്രാക്ടിക്കൽ സ്കിൽ. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്തു? കോപ്പറേറ്റീവ് സ്ട്രെങ്തൻ ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബൈ വർക്കിംഗ് ടുഗദർ. അവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതോടെ കോപ്പറേറ്റീവ്സിന് എന്താണ്? അതൊരു സ്ട്രെങ്ത് അല്ലേ? അതാണ് പറയുന്നത്. അടുത്തത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ്സ് വർക്ക് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദെയർ കമ്മ്യൂണിറ്റീസ്. കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു അല്ലെ? കോപ്പറേറ്റീവ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ ആണിത്. പുതിയതായി കൂട്ടിച്ചേർത്താണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ലേറ്റസ്റ്റ് എഡിഷൻ ഇൻ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അപ്രൂവ്ഡ് ബൈ ICIC. അപ്രൂവ് ചെയ്ത പ്രിൻസിപ്പിൾ ആണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇനി അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാണ്. ഇപ്പൊ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി കോപ്പറേറ്റീവ് വാല്യൂസും എത്തിക്കൽ വാല്യൂസ്. കോപ്പറേറ്റീവ് വാല്യൂ ഇത് രണ്ടുമാണ് ഇനി പറയാനുള്ളത്. ഇത് ടോട്ടൽ 10 ഉള്ളത്. കോപ്പറേറ്റീവ് വാല്യൂസിൽ 6 വരുന്നുണ്ട്. ഏതൊക്കെ? ഇതും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഏത് തരം ക്വസ്റ്റ്യനാ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. എന്തൊക്കെയാ പറഞ്ഞ? സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. അടുത്തത് എത്തിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാലോ ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിംഗ് ഫോർ അതേഴ്സ്. അതേഴ്സിനുള്ള കെയറിങ്ങും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ എത്തിക്കൽ വാല്യൂസിൽ വരുന്നതാണ് കേട്ടോ. ഹോണസ്റ്റി, ഓപ്പൺനെസ് ഒക്കെ. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? നല്ലോണം പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.